നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 128-1. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിലും നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് ഈ ഒരു വചനത്തിൽ പറയുന്നത്. അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും യഹോവയെ ഭയപ്പെടണം, അവൻ്റെ വഴികളിൽ നടക്കണം എന്നൊക്കെയാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് സ്വാഗതം. യഹോവയെ ഭയപ്പെടുകയും യഹോവയെ പറയുന്ന ഒരു പാതയിലും സഞ്ചരിക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി യഹോവയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും യഹോവയുടെ ഒരു സാമീപ്യം, ഒരു സാന്നിധ്യം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അല്ലാതെയും ഒരുപാട് പേർ, ധാരാളം പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ പത്രോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് രോഗസൗഖ്യത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് ബോബി എന്നാണ്, വിളിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നും ബോബി ആണല്ലേ? അതെ. ഓക്കെ ചേട്ടാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഭാര്യയും അനിയത്തി, രണ്ടനിയത്തി പേരുണ്ട്. ഒരാള് മൈസൂരില്, ഒരാൾ ഇവിടെ ഉണ്ട്. മൈസൂരിലെ അനിയത്തി മക്കളൊക്കെ അവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആരു നിമിത്തമാണ് പ്രഭുക്കന്മാരും ദൂതന്മാരും ലജ്ജിച്ചു പോകുന്നത്? ഒരു ജാതി നിമിത്തം. അതായത് തങ്ങൾക്ക് ലജ്ജയും അപമാനവും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും നൽകാത്ത ഒരു ജനത. എന്തായാലും ആൻസർ കറക്റ്റാണ് കേട്ടോ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, ചേട്ടൻ പാട്ട് പാടാറുണ്ടോ? ഒരു 4 വരി പാടാമോ? ഓക്കെ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാപിനി വന്നെങ്കിൽ എന്നും അതിവസിക്കാം വന്ന ഉന്നതനാം തങ്ക പ്രാപിനി വന്നെങ്കിൽ എന്നും അതിവസിക്കാം. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെങ്കിൽ എന്നും ആവസിച്ചു തവ തേജസ്സാൽ എന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. എന്നോ ആവസിച്ചു തവ തേജസ്സാൽ എന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെങ്കിൽ എന്നും അതിവസിക്കാം. വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെങ്കിൽ എന്നും അതിവസിക്കാം. ഹലോ, ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: വന്യമൃഗങ്ങൾ വരുന്നതും കഷ്ടവും ക്ലേശവും ഉള്ളതുമായ ദേശത്തു കൂടി തങ്ങളുടെ സമ്പത്തും നിക്ഷേപങ്ങളും എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. അതെ അതെ, ആൻസർ കറക്റ്റാണ്. തങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ജനതയുടെ അടുക്കലേക്ക്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വ്യർത്ഥവും നിഷ്ഫലവുമായ സഹായം ആരുടേതാണ്? മിസ്രയീമിന്റെ സഹായവും വ്യർത്ഥവും നിഷ്ഫലവും അത്രേ. അതെ, ആൻസർ കറക്റ്റാണ്, മിസ്രയീമ്യരുടെ. ഓക്കെ, ഇനി ചേട്ടൻ്റെ ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ?
പത്രോസ് അപ്പോസ്തലൻ. പത്രോസ്. ഓക്കെ, എന്തുകൊണ്ടാണ് പത്രോസിന് ഇഷ്ടം? പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. യേശു കർത്താവ് പടകിന്റെ വലത്തുഭാഗത്ത് വല വീശാൻ പറഞ്ഞപ്പോൾ പെട്ട മീൻകുട്ട കിട്ടുമെന്നൊക്കെ നടക്കുന്നു. പിന്നെ യേശുവിന്റെ കൂടെ യേശു കർത്താവ് എവിടെ പോയാലും യേശു കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു പത്രോസ്. അവസാനം യേശു കർത്താവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നപ്പോൾ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയേണ്ട നടക്കുന്നു. പിന്നത്തേല് പത്രോസ് അതിനെ കുറിച്ച് ദുഃഖിച്ച് കഴിയാനും പിന്നെ യേശു കർത്താവ് ഉയർത്തതിന് ശേഷം 3 പ്രാവശ്യം പത്രോസിനോട് പറയുന്നത് നിനക്ക് എന്നിൽ പ്രിയമുണ്ടോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്നത് കർത്താവ് നീ സകലവും അറിയുന്നു എന്ന് പറയുന്നത്. പിന്നെ ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിന് ശേഷം 3000 പേർ മാനസാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും തന്നെ ഇടയിട്ടിരുന്നു. അങ്ങനെ തബീർ എന്ന പെൺകുട്ടിയെ ഉയർത്തുന്നേൽപ്പിച്ചതും ഈ പത്രോസാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, എന്തായാലും ചില കാര്യങ്ങൾ ചേട്ടൻ സംസാരിച്ചു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മിസ്രൈമ്യരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും അത്രേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നത് എന്താണ്? അതായത് നിശ്ചലമായിരിക്കുന്ന അവരുടെ ശക്തി എന്നല്ലേ? അതെ, ആൻസർ കറക്റ്റ് ആണ്. എന്തായാലും ഇന്ന് വിളിച്ചതില് ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ആണോ? അടുത്ത് വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത് വിളിക്കുമ്പോൾ അതിനോടൊരു അവസരം നമ്മൾ ഒരുക്കി തരുന്നതാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നെയ്യാറ്റിൻകരയിൽ നിന്നും ബോബി ചേട്ടനാണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുപാടി നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് യോഹന്നാനെയും അതുപോലെ തന്നെയാണ് പത്രോസിനെയും കുറിച്ചാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായ യോഹന്നാനും പത്രോസും ഒരിക്കൽ ദേവാലയത്തിൻ്റെ മുന്നിൽ കൂടി നടക്കുമ്പോൾ, അതായത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ നൽകിയിട്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ ഒരു ദിവസം അതിനുശേഷം ഒരിക്കൽ യോഹന്നാനും പത്രോസും ദേവാലയത്തിൻ്റെ മുന്നിൽ കൂടി നടക്കുമ്പോൾ അവിടെ ഭിക്ഷാടനത്തിനായി ഒരുപാട് പേർ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേർ യോഹന്നാനോടും പത്രോസിനോടും കാശ് ചോദിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോൾ ഒരു മുടന്തനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് യോഹന്നാനും പത്രോസും അയാളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സഹായിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, പക്ഷേ നിൻ്റെ ഈ രോഗത്തിൽ നിന്നും സൗഖ്യം തരുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ അയാൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം താൻ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ രോഗശയ്യയിൽ ഇവിടെ ഇരിക്കുകയാണ്. ഒരുപാട് പേർ വന്ന് തന്നെ സഹായിച്ചെങ്കിലും ഇങ്ങനത്തെ ഒരു രോഗസൗഖ്യം തരുവാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് ഇവർ പറയുന്ന ആ ഒരു യേശുക്രിസ്തുവിനെ താൻ വിശ്വസിച്ചപ്പോൾ തനിക്ക് സൗഖ്യം ലഭിച്ചു. ഇത് കണ്ടപ്പോൾ അയാൾക്ക് മാത്രമല്ല ചുറ്റും കൂടി നിന്ന് ഒരുപാട് പേർക്ക് സന്തോഷമായി. കാരണം വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് അവിടെ നടന്നത്. എല്ലാവരും തുടർന്ന് യോഹന്നാനും പത്രോസും പറയുന്ന ഓരോ വചനങ്ങളും ഓരോ കാര്യങ്ങളും കേട്ടു. അവർ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവവചനങ്ങളെക്കുറിച്ചും സൗഖ്യത്തിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഈ അത്ഭുത പ്രവൃത്തി ആ നാടെങ്ങും പരന്നു. പിറ്റേ ദിവസം പത്രോസിനെയും യോഹന്നാനെയും അവിടുത്തെ മതപുരോഹിതന്മാർ അവരുടെ അടുക്കിലേക്ക് വിളിച്ചു. തുടർന്ന് അതിനുശേഷം ആ നടന്ന സംഭവത്തെക്കുറിച്ച് അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. പത്രോസും യോഹന്നാനും മാത്രമായിരുന്നില്ല, ആ സൗഖ്യം ലഭിച്ച വ്യക്തി കൂടി ആ ഒരു അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മതപുരോഹിതന്മാർ പത്രോസിനോടും യോഹന്നാനോടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് യേശുവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷെറിൻ ഷാജി. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
നെയ്യാറ്റിൻകര. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, മോനുണ്ട്. മോളും മോനും. മക്കളുടെ പേരെന്താണ്? മൂത്താള് അഭിജ, രണ്ടാമത്തെ ആള് അഭിഷിക്. പഠിക്കുവാണോ രണ്ടുപേരും? അതെ അതെ. മൂത്താള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 5ൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യഹോവയുടെ അരുളപ്പാട് ചോദിക്കാതെ അവർ മിസ്രൈമിലേക്ക് പോയത് എന്തിനാണ്? ഫറവോന്റെ സംരക്ഷണത്തിന് മിസ്രൈമിന്റെ നിഴലിൽ അഭയം പ്രാപിക്കുവാനും വേണ്ടിയിട്ടാണ് യഹോവയുടെ അരുളപ്പാട് ചോദിക്കാതെ അവർ മിസ്രൈമിലേക്ക് പോയത്. അതെ, ആൻസർ കറക്റ്റാണ്. ഫറവോന്റെ സംരക്ഷണത്തിനും മിസ്രൈമിന്റെ നിഴലിൽ അഭയം പ്രാപിക്കുവാനും. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, ചേച്ചി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാട്ട് ഞാൻ പാടുന്നില്ല. ഓക്കെ, സാരമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോവാം. രണ്ടാമത്തെ ചോദ്യം: ഫറവോന്റെ സംരക്ഷണവും മിസ്രൈമിന്റെ നിഴലിലെ അഭയവും അവർക്ക് എന്തായി മാറി? അവർക്ക് ലജ്ജയായും അപമാനവുമായും മാറി. അതെ, ആൻസർ കറക്റ്റാണ്. ലജ്ജയും അപമാനവുമായി മാറി. ഓക്കെ, ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവീദ്. ഓക്കെ, എന്തുകൊണ്ടാണ് ദാവീദിനെ ഇഷ്ടം? ദാവീദ് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാ സമയത്തും സങ്കടം വരുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയും ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന എന്നൊരു വിഷയമാണല്ലേ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ അതെ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: സോവനിലും ഹനേസിലും എത്തിയിരിക്കുന്നത് ആരാണ്? അവന്റെ പ്രഭുക്കന്മാരും അവന്റെ ദൂതന്മാരും. അതെ, കറക്റ്റാണ്. അവന്റെ പ്രഭുക്കന്മാരും അവന്റെ ദൂതന്മാരും. ഓക്കെ, ഇനി ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാമോ? യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഗലീലയിലെ കാനായിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഓക്കെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം തന്നെയാണ് എങ്കിലും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു അത്ഭുത പ്രവൃത്തി ആയത്? കാരണം എന്താണ്? അതായത് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ്. കാരണം ഇരുന്ന വീട്ടിൽ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് അവർക്ക് ആവശ്യമായ ഒന്നായിരുന്നു ആ വീട്. അപ്പൊ അത് യേശുവിന് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ്. ഓക്കെ, ഒരു വിരുന്ന് വീട്ടിൽ, ഒരു വിവാഹ വീട്ടിലെ ഒരുപാട് പേരുടെ ആ ഒരു മനസ്സ് യേശുക്രിസ്തു കണ്ട് ആ ഒരു കുടുംബത്തിന് ഒരു സഹായം കൂടിയാണല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം: ഏതു പക്ഷിയെ പോലെ ചിലച്ചു, ഏതു പക്ഷിയെ പോലെ കുറുകി എന്നാണ് ഹിസ്കിയാവ് പറഞ്ഞത്? മീവൽ പക്ഷി, കൊക്ക്, പ്രാവ്. അതെ, ആൻസർ കറക്റ്റാണ്. മീവൽ പക്ഷി, കൊക്ക്, പ്രാവ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ഷെറിൻ ചേച്ചിനെ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് എന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് യോഹന്നാനെയും പത്രോസിനെയും കുറിച്ചാണ്. അവരൊരു അത്ഭുത പ്രവൃത്തി ചെയ്തു. അതിനുശേഷം ഈ ഒരു അത്ഭുത പ്രവൃത്തി നാടെങ്ങും സംസാരിച്ചു. യേശുക്രിസ്തുവിൻ്റെ പേര് വീണ്ടും അവിടെ സംസാരിച്ചു തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് ചില മതപുരോഹിതന്മാർ ഈ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് വിളിച്ചത്. അപ്പോൾ അവരുടെ അടുക്കിലേക്ക് വിളിച്ചതിന് ശേഷം ഈ രോഗസൗഖ്യം ലഭിച്ച ആ ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സൗഖ്യം ലഭിച്ചത്. വീണ്ടും
യോഹന്നാനും അതുപോലെ തന്നെയാണ് പത്രോസും ഒരു ഭയവും കൂടാതെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ചോ ആ ഒരു യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചോ നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുവാൻ ആർക്കും ഒരു ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ പത്രോസിനും യോഹന്നാനും ഒരു ധൈര്യം വരികയാണ്. നിങ്ങളെല്ലാവരും ചേർന്നാണ് യേശുവിനെ ക്രൂശിലേൽപ്പിച്ചതെന്നും പിന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു അത്ഭുതം നടന്നതെന്നുമുള്ള കാര്യങ്ങളൊക്കെ പത്രോസും യോഹന്നാനും ഒരു ഭയവും കൂടാതെ അവിടെ നിന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെയും ഇയാൾക്ക് എങ്ങനെ ഈ ഒരു ധൈര്യം വന്നു, ഇവർക്ക് എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ധൈര്യം വന്നു? അതുമാത്രവുമല്ല, ഇവർ സാധാരണക്കാരാണ്, അവർ എത്രത്തോളം വ്യക്തതയോടുകൂടി നമ്മളോട് ഒരു ഭയവുമില്ലാതെ സംസാരിക്കുന്നുണ്ട്, കൂടാതെ ഒരു അത്ഭുത പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അവരുടെ ഇടയിലും ഒരു ചർച്ച നടക്കുകയുണ്ടായി. പക്ഷേ അവരാരും തന്നെ അപ്പോഴും യേശുവിനെ അംഗീകരിക്കുവാനോ യേശുവിൽ വിശ്വസിച്ചു കൊണ്ടാണ് ഇവിടെ ഒരു അത്ഭുത പ്രവർത്തനം നടന്നതെന്നോ അവർക്ക് അംഗീകരിക്കുവാനോ അവരാരും തന്നെ തയ്യാറായിരുന്നില്ല. പക്ഷേ പത്രോസും യോഹന്നാനും തങ്ങൾക്ക് എന്തോ ആണോ പറയുവാൻ വേണ്ടി യേശു തങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ അവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ആ മതപുരോഹിതന്മാർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ, നിങ്ങളിപ്പോൾ പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞതിനു ശേഷം പത്രോസിനെയും യോഹന്നാനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ ഇടയായി. പക്ഷെ പത്രോസും യോഹന്നാനും വീണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയും യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ സുവിശേഷങ്ങളെക്കുറിച്ചും അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും സംസാരിച്ചു. ഇത് മാത്രവുമല്ല, ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയും അവരുടെ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനൊക്കെ പത്രോസും യോഹന്നാനും ഇടവരുത്തി. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യേശുക്രിസ്തു ഒരുപാട് പേർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു, ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തു, ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ചെയ്തു. പക്ഷേ ഇതിനൊക്കെയും ഒരു വിഭാഗം അംഗീകരിച്ചപ്പോൾ മറുവിഭാഗം ഇതിനെ അംഗീകരിച്ചില്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഈ ഭൂമിയിലെ പല ഭാഗങ്ങളിലും യേശുവിനെക്കുറിച്ച് അറിയുവാനും സംസാരിക്കുവാനും കൂടുതലായിട്ട് ഒരുപാട് പേർ മാനസാന്തരപ്പെടുവാനൊക്കെ ഇടയായി. അത് ഈ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ നൽകിയിട്ട് പോയത് കൊണ്ട് തന്നെയാണ്. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനിയാണ്, ചെറിയ ഉണ്ണി. ഷൈനിയാണ്, ചെറിയ ഉണ്ണി അല്ലേ? അതെ അതെ. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണല്ലേ? അതെ അതെ. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മോനും ഹസ്ബൻഡും ഞാനും. മോനും ഹസ്ബൻഡും ചേച്ചി അല്ലേ? മോൻ പഠിക്കുവാണോ? 1ാം ക്ലാസ്സിൽ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണല്ലേ? പേരെന്താ മോൻ്റെ? ഏബൽ പ്രിൻസ്. ഏബൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാവിയിലേക്ക് ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അവരുടെ മുൻപാകെ എന്തു ചെയ്യുവാനാണ് പ്രവാചകനോട് പറഞ്ഞത്? ഒരു പലകയിൽ എഴുതി വെക്കുക, അത് പുസ്തകത്തിലൊരു രേഖയായി കുറച്ച് വെക്കുക. അതെ, ആൻസർ കറക്റ്റാണ്. ഒരു പലകയിൽ എഴുതി വയ്ക്കുക, പുസ്തകത്തിൽ ഒരു രേഖയായി കുറിച്ചു വയ്ക്കുക. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ചേച്ചി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? മോനെ കൊണ്ട് പാടിക്കാം. ഓക്കെ. എനിക്കൊരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ, എനിക്കൊരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ, ആകാശഭൂമികൾക്കെല്ലാം അതീതുവതായവൻ നീയേ, ആകാശഭൂമികൾക്കെല്ലാം അതീതുവതായവൻ നീയേ, ആശ്രയം നിന്നിൽ ആയതു മുതലൻ അധികളതെന്നു പരാ, ആശ്രയം നിന്നിൽ ആയതു മുതലൻ അധികളതെന്നു പരാ, എനിക്കൊത്താശയം പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ, എനിക്കൊത്താശയം പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഹലോ ഏബൽ. ഹലോ. ഹലോ. നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഹലോ. ഹലോ. മോൻ നന്നായിട്ട് പാടി കേട്ടോ, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, യെശയ്യാവിനോട്
പലകയിലും പുസ്തകത്തിലും രേഖയായി കുറിച്ചു വയ്ക്കുവാൻ പറഞ്ഞതെന്താണ്? ദൈവത്തെ ആശ്രയിക്കാതെ മിസ്രയീമിനെ ആശ്രയിച്ച ഇസ്രായേലിന്റെ വീഴ്ചയെ കുറിച്ച്. ഓക്കെ, ആൻസർ കറക്റ്റാണ്. ദൈവത്തെ ആശ്രയിക്കാതെ മിസ്രയീമിനെ ആശ്രയിച്ച ഇസ്രായേലിൻ്റെ വീഴ്ച കറക്റ്റാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അവർ ഏതു തരം ജനങ്ങളായിരുന്നു? ധിക്കാരമുള്ള ജനങ്ങളും വ്യാജം പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതികളും. അതെ, ആൻസർ കറക്റ്റാണ്. ധിക്കാരമുള്ള ജനങ്ങളും വ്യാജം പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയും അത്രേ. ഓക്കെ, ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം പറയാമോ ചേച്ചി? ഇഷ്ടപ്പെട്ട വചനമാണോ? ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വചനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഓക്കെ, നല്ലൊരു വചനമാണ് യഹോവയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: ജനം ദർശകന്മാരോടും പ്രവാചകന്മാരോടും ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്താണ്? ദർശകന്മാരോട് ദർശിക്കരുതെന്നും പ്രവാചകന്മാരോട് ശരിയായ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പ്രവചിക്കരുതെന്നും. അതെ, ആൻസർ കറക്റ്റാണ്. ദർശകന്മാരോട് ദർശിക്കരുതെന്നും പ്രവാചകന്മാരോട് ശരിയായ കാര്യങ്ങൾ ഞങ്ങളോട് പ്രവചിക്കരുതെന്നും കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഷൈനി ചേച്ചിനെ വിളിച്ചത് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ഒരു വചനം പറഞ്ഞു. ചേച്ചിയുടെ മകൻ നല്ലൊരു പാട്ട് പാടി, നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് യോഹന്നാനെയും അതുപോലെ തന്നെ പത്രോസിനെയും കുറിച്ചാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഭൂമിയിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയുമാണ്. അതിനുശേഷം പലരും യേശുവിനെക്കുറിച്ച് സംസാരിക്കരുതെന്നൊക്കെ യോഹന്നാനോടും പത്രോസിനോടും പറഞ്ഞെങ്കിലും അതൊന്നും അവർ വലിയൊരു മുഖവിലേക്ക് എടുക്കാതെ തങ്ങൾക്ക് എന്താണോ ഈ ഭൂമിയിൽ ഓരോരുത്തരും പോയി പറയേണ്ടത് അത് തന്നെ പറയുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അത് തന്നെ അവർ തുടർന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും യേശുവിനെക്കുറിച്ച് പലരോടും പറയുവാനും യേശു ചെയ്തിട്ടുള്ള ഓരോ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പറയുവാനും യേശുവിലൂടെ പലർക്കും സൗഖ്യം ലഭിക്കുന്നത്. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.